ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തെങ്കിലും വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നില്ലേ ഞാൻ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഈ കിഴങ്ങ് കായ്ച്ചത് പറയുന്നില്ലേ, അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ മുറിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാവില്ലേ, കടലപ്പൊടിയുണ്ട്, മൈദപ്പൊടിയുണ്ട്, പിന്നെ നമ്മുടെ പച്ചരിയില്ലേ, നമ്മുടെ ദോശമാവ്, അത് അരച്ച് വെച്ചതുണ്ടായിരുന്നു. അതും കൂടി ഇട്ടതാണ്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് ഒരു നുള്ളു ഞാനിതിലേക്ക് സോഡാപ്പൊടിയും കൂടി ആഡാക്കിയിട്ടാണ് ഈ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫ്രൈ ആക്കിയതില്ലേ, ഒരു കുറച്ച് ഓയിലി ആയിട്ടില്ല, ഓയിലി ആവാതെ തന്നെ നമുക്ക് ഈ കിഴങ്ങിനെ നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിങ്ങനെ പുഴുങ്ങിയിട്ടും കഴിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മാവിൻ്റെ ഇതാണ് കേട്ടോ നല്ല കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അധികം തിക്കും അല്ല, അധികം ഒരു ലൂസും അല്ല, ആ ഒരു പരിവിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇത് നീറ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റും, ഇങ്ങനെ കോരിയിടാനൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് സ്റ്റവ്, കൗണ്ടർ ടോപ്പ്, ഇതൊന്നും അത്രയൊന്നും വൃത്തികേടായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇതിൻ്റെ അളവ് അതൊന്നും കറക്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി, ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തീ നല്ലോണം മീഡിയമിൽ വെച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കിഴങ്ങില്ലേ അതത്ര പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളും കൂടി വെന്ത് കിട്ടിയാൽ നമുക്ക് ഈ ഫ്രൈ നല്ല രസം ഉണ്ടാവും കഴിക്കാനായിട്ട്. ഇനി നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ളതാണ്. അധികം മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാൽ അത്ര ഒന്ന് മധുരം ഇല്ലാത്തതും അല്ല. അങ്ങനത്തെ ഒരു സ്നാക്സാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കുക. എൻ്റെ ഈ കുഞ്ഞ് റെസിപ്പീനെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ നല്ലോണം മീഡിയമിൽ വെച്ച് കൊടുത്തതാണ്, കാരണം അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ മറിച്ചിട്ടും കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ എല്ലാം ഇങ്ങനെ ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ്. അങ്ങനെ മൊത്തത്തിലങ്ങ് ഫ്രൈ ആക്കിയിട്ട്, പിന്നെ ഇത് കടലമാവിൻ്റെ ആ മാവല്ല, അപ്പോൾ അതിങ്ങനെ വെറുതെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അധികം എല്ലാം ഇങ്ങനെ കോരി മാറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് തന്നെ അതിൻ്റെ അഴുക്കൊന്നും ഇല്ലാതെ നീറ്റായിട്ട് തന്നെ എടുത്ത് കളയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അവർക്ക് എങ്ങനെ കഴിക്കാൻ ഇഷ്ടം തോന്നുന്നു അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.